ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു 2 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ. എന്റെ ശബ്ദം ഓക്കെയാണോ എല്ലാവരും? അല്ലേ, എന്റെ ശബ്ദം ഓക്കെയാണോ? അപ്പൊ ഓക്കെ ആണല്ലേ? ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്, അടിപൊളി. നമ്മൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വിത്ത് നെക്സ്റ്റ് ചാപ്റ്റർ ഓൾജിബ്ര. ഓക്കെ. ഇന്റീരിയേഴ്സ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒരു 10ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിക്ക് വേണ്ട ചാപ്റ്റർ ആണ് ഓൾജിബ്ര. ഓക്കെ. എളുപ്പമാണ് ഓൾജിബ്ര, പ്രത്യേകിച്ച് അങ്ങനെയില്ല, കുഴപ്പമൊന്നുമില്ല. ഹായ് ശിവാനി, ഹായ് ഷിജി, ഹായ് ശിവ, ഹായ് ഷംസുനിത, ഷഹൻഷാ മുഹമ്മദ്, ഷഹദ, ഹായ് അറിഫ, ഒപ്പ് വന്നിട്ടുണ്ടോ? മിയ, മിഷാൽ, അംന, ഫിദ, ഫാത്തിമ നസ്രീൻ, ദെൻ അദീന എരാജ്, ദിൽഷ. ആ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ. സോ നമ്മൾ ബേസിക്കലി ഇപ്പൊ 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഈ ബേസിക്സ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കും. ഈ ബേസിക്സ് നമ്മൾ ത്രൂ ഔട്ട് ത്രൂ ഔട്ട് 9th നമുക്ക് ഈ ബേസിക് ക്ലാസ് ഉണ്ടാവും. ഓക്കെ. നമ്മൾ ട്യൂഷനിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ത്രൂ ഔട്ട് 9th സ്റ്റാൻഡേർഡ് ഈ ബേസിക് ഉണ്ടാവും. നമ്മളുടെ ഈ ഒരു ക്ലാസ് ഇനി ഒരു 8 ദിവസം കൂടി ഉണ്ടാവും തോന്നുന്നു, 7-8 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ബേസിക് ക്ലാസ് കഴിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ബേസിക് ക്ലാസ് ഫുൾ ഇയർ ഉണ്ടാവും. അതെന്നാ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം. ഒരു 10ാം ക്ലാസ് പോണ കുട്ടിക്ക് ആ ആ കുട്ടിക്ക് ഒരു കുറവും വരാൻ പാടില്ല. അപ്പൊ അതാണ് നമ്മൾ മെയിൻ മോട്ടീവ്. അപ്പൊ കുട്ടിക്ക് ഒരു കുറവും വരുത്താണ്ട് നോക്കണം നമ്മുടെ ആവശ്യമല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസിക് ക്ലാസ്. മലയാളം എക്സ്പ്ലെയിൻ ഉണ്ടാവുമോ? ഞാൻ മലയാളത്തിലല്ല എക്സ്പ്ലെയിൻ ചെയ്യണേ. അല്ലേ? അല്ല പിതാമോൾ, ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പോണ കുട്ടിക്ക് നമ്മൾ വർഷം ആ സെയിം വർഷം ഫുള്ള് ഈ ബേസിക് ക്ലാസ് ഉണ്ടാവും. നമ്മുടെ ജോമെട്രിയും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് ശ്രദ്ധിക്കാം. ഓൾജിബ്രയില് ഓക്കെ. എന്ത് പറ്റി ചെയ്ത മലയാളത്തിലാണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക. അപ്പൊ നമ്മൾ ഓൾജിബ്രയിൽ 2 കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലൈക്ക് ടേംസും ഒന്ന് അൺലൈക്ക് ടേംസും. ഓക്കെ. നമ്മൾ 6ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ് എന്താണ് ഈ ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്രയിലെ ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒരേ സെയിം സെയിം വേരിയബിൾസ്. ഓക്കെ. അൺലൈക്ക് ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി ഡിഫറെന്റ് വേരിയബിൾസ് കേട്ടോ. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ ഒരേ വേരിയബിൾ ആവും. അൺലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വേരിയബിൾസ് ആവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2x 3x അല്ലെങ്കിൽ ഇവർ ലൈക്ക് ടേംസ് ആണ്. അതേപോലെ 4x² -5x² -6x² ഇവർ ലൈക്ക് ടേംസ് ആണ്. അതേപോലെ -3y³ ഇത് എഴുതിക്കോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എഴുതിയെടുക്കും. ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ ഈ ക്ലാസ് വരുമ്പോൾ വേണ്ട. 3 കാര്യമാണ്. ഒരു ബുക്ക്, പിന്നെന്താ വേണ്ടേ? ബുക്ക്, പേന, ശ്രദ്ധ. ഓക്കെ. ബുക്ക്, പേന, ശ്രദ്ധ. ഈ 3 കാര്യം നമുക്ക് വേണം. ഓക്കെ. ശ്രദ്ധിക്കാം. -3y³ -2y³ 5y³ ഇതൊക്കെ ലൈക്ക് ടേംസ് ആണ്. എന്തുകൊണ്ടാണ് ലൈക്ക് ടേംസ് പറയാൻ കാരണം എന്നറിയോ? ഇവിടെ ലൈക്ക് ടേംസ് വിളിക്കാൻ കാരണം സെയിം വേരിയബിൾ അപ്പുറത്തോ x², സെയിം വേരിയബിൾ അല്ലേ? വൈ y³ ഇവിടെ y³ ഇവിടെയും y³ ഇത് എഴുതണം. ഇതെല്ലാവരും എഴുതി എടുക്കണം. ഇനി ഇനി അൺലൈക്ക് ടേംസ് പറഞ്ഞാൽ എന്താ കുട്ടികളെ?
unlike like unlike terms പറഞ്ഞാൽ different variables. Unlike terms are terms that unlike terms പറഞ്ഞാൽ basically different variables ഉള്ള ടേംസ് നമ്മൾ unlike terms പറയും. ആരും ക്ലാസ് വിട്ടു പോകണ്ട. തീയതി ഇതിപ്പോ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അപ്പോൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ 5y² -3y ഇവർ അൺലൈക്ക് ടേംസ് ആണ്. എന്തുകൊണ്ട് ഇവർ അൺലൈക്ക് ടേംസ് എന്ന് പറയാൻ കാരണം ഇവരെ വിളിക്കാൻ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് y² ഇത് y ആണ് അല്ലെ. ഇത് y² ഇത് y ആണ്. ഇനി വേറെ ടേംസ് കിട്ടും -3xy -4x²y. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവരും അൺലൈക്ക് ടേംസ് ആണ്. ഇവിടെ എക്സ്, ഇവിടെ x², ഇവിടെ y, ഇവിടെ y². എഴുതിട്ടോ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, solve the following. Solve the following. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. സോൾവ് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി. ഇൻഡിജേഴ്സ് എങ്ങനെയാണോ നമ്മൾ ഡീൽ ചെയ്യണത്, ഇൻഡിജേഴ്സ് എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഓൾജിബ്ര നമ്മൾ കൈകാര്യം ചെയ്യാം. ഇവിടെ 3x ആഡ് ചെയ്യാം. 3x + 4x. എന്താണ് 3x + 4x? ഇപ്പോ ഞാൻ ചുമ്മാ ഒരു എക്സാം, ചുമ്മാണ് എക്സാം പേരുന്നുണ്ട് കുട്ടികളെ പണ്ടത്തെ കാണിക്കുന്നത്. എക്സിന് പകരം ഞാൻ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും. എക്സിന് പകരം 3 മാംഗോ + 4 മാംഗോ അല്ലെ. എക്സിന് പകരം മാംഗോ എടുക്കാം. 3 മാംഗോ + 4 മാംഗോ എന്താ? 7 മാംഗോസ് അല്ലേ അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, 3x + 4x എന്താ? 7x. മനസ്സിലാവുണ്ടോ? അപ്പോൾ എക്സ് ഞാൻ മാംഗോസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 മാംഗോസ് + 4 മാംഗോസ് എന്താ? 7 മാംഗോസ് അല്ലേ. ഇനി അതേപോലെ വേറെ ക്വസ്റ്റ്യൻ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, -5x + 4x. എന്താണ് -5x + 4x? ഇവിടെ അതേപോലെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? ഇൻഡിജേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യാൻ കുട്ടികളെ? 5ഉം -5ഉം 4ഉം ആഡ് ചെയ്യും. -5ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ എന്താ? വാട്ട് ഈസ് -5 + 4? -5ഉം 4ഉം നമ്മൾ ആഡ് ചെയ്യാം. എത്ര മക്കളെ വരിക -5ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ? എന്തോ -5 + 4. ഞാൻ മ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ തരാം. ഓക്കെ, ഒരു സെക്കൻഡ്. ശ്രദ്ധിക്കുക, തെറ്റിച്ചല്ലോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്ട് ഈസ് -5 + 4? എന്താ -5 + 4 എന്താണ്? +8. അയ്യോ, +8ഓ? +8 അല്ല. -5ഉം 4ഉം ആഡ് ചെയ്താൽ 5 നെഗറ്റീവാ, 4 പോസിറ്റീവാ അല്ലേ. അപ്പൊ എന്താ? സബ്ട്രാക്ട് ചെയ്യുക, വലിയ നമ്പറിന്റെ സൈൻ ഇടും അല്ലേ. ഇപ്പൊ -5 + 4 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ 5 - 4 1 വരും. വലിയതായ 5ന്റെ സൈൻ എന്താ? നെഗറ്റീവ്. അപ്പൊ -1 അല്ലേ. അപ്പൊ -1x എന്റെ കുട്ടികളെ അല്ലേ, -1x. ഇനിയിപ്പോ വേറെ ക്വസ്റ്റ്യൻ. നമ്മൾ മാത്സ് ബുക്ക് ചെയ്യുമ്പോഴേക്കും 2 കാര്യം, ഒന്ന് മാർജിനും വേണം, ഒന്ന് വർക്കിംഗ് ടൈം വേണം കേട്ടോ. ഇവിടെ ബുദ്ധി ഉണ്ടാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, -7x + 10x. അമ്മ ഞാൻ പറയാനുള്ളത്. ഓക്കെ, -3x അല്ലെങ്കിൽ -7x + 10x. എത്രയാണ് -7x + 10x? എത്രയാ? വാട്ട് ഇസ് -7x + 10x? ഇവിടെ നോക്കിയാൽ മതി, എളുപ്പത്തിൽ നോക്കിയാൽ മതി. -7ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ എന്താണ് അല്ലെ. ഇവിടെ -7ഉം 10ഉം ആഡ് ചെയ്യാണ് അല്ലെ. അപ്പോൾ എന്താണ്? റിഫർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താ? -7 + 10 പറഞ്ഞാൽ റൂൾ എന്താ? സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് put the sign of greater number അല്ലെ. -7 + 10 നമ്മൾ എങ്ങനെ ചെയ്യാം? -7 + 10 പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 - 7. 10 - 7 എത്രയാ? 3 അല്ലേ. അപ്പൊ 3 ഇട്ടു. 10ആണ് വലുത്. 10ന്റെ സൈൻ എന്താ? പ്ലസ്. അപ്പോ +3 വരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് ആര് വരും? +3 വരും. +3ന്റെ കൂടെ ഒരു മാനുണ്ട്, എക്സ്. ഇനിയിപ്പോ വേറെ ക്വസ്റ്റ്യൻ, നാലാമത്തെ. 4x² + 10x² - 13x².
ഇതിന്റെ ആൻസർ എന്താ? 4x². എത്രയാണ് ഇത് കണ്ടുപിടിക്കാവോ കുട്ടികളെ? ആൻസർ അറിയുമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ആരുണ്ട്? ഫർഹാൻ ഷാ. വീട്ടിലേക്ക് വിളിക്കും, അതുകൊണ്ടാക്കാം. ശരി, ചുമ്മാ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി 4 ഉണ്ട്. 4ന്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? 4 + 10 എത്രയാ? 4. 4ഉം 10ഉം ആഡ് എത്രയാ? 14 അല്ലേ? 4ഉം 10ഉം ആഡ് ചെയ്താൽ നമുക്ക് 14 വരും. 4ഉം 10ഉം ആഡ് ചെയ്താൽ 14. 14ന്റെ കൂടെ 13 കുറച്ചാൽ എത്ര വരിക? 4 + 10 - 13 എത്രയാ? 14ന് 10. 13 കുറച്ചാൽ എത്ര? 1 കിട്ടില്ലേ? അല്ലേ? അപ്പൊ 1x കിട്ടും. 1x 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 അല്ല, ഇവിടെ നോക്കിയേ, എക്സ് എത്രയാ? x² ആണ്. ഇവിടെയും x² ആണ്. ഇവിടെയും x². അപ്പൊ 1x² ബേസിക്കലി വരും. ഓക്കെ, ഇനി 5ാമത്തെ ദിവസം -7xy + 10xy - 3xy. എന്താ ചെയ്യാവോ? ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നറിയാം? ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഏതൊരു നെഗറ്റീവ് നമ്പറിന് നമുക്ക് പ്ലസ് മൈനസ് ആക്കാം. മറക്കല്ലേ? ഒരു കാര്യം, ഏതൊരു നെഗറ്റീവ് നമ്പറിന് നമുക്ക് പ്ലസ് മൈനസ് ആക്കാം. ഏതൊരു നെഗറ്റീവ് നമ്പർ നമുക്ക് പ്ലസ് മൈനസ് ആക്കാം. ഒന്ന് സോൾവ് ചെയ്തേ. നമുക്കൊന്ന് സോൾവ് ചെയ്തേ. ഇൻഡിജേഴ്സ് പോലെ തന്നെ, അതായത് XY ഉണ്ട്, XY ഉണ്ട് അല്ലെ? XY² XY എല്ലാവരും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആൻസറിലും നിങ്ങൾക്ക് XY വരും. നിങ്ങളുടെ ആൻസറിലും നമുക്ക് XY വരും കേട്ടോ. അപ്പോൾ ഇനി ആ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുക നോക്കിയാൽ മാത്രം മതി. പിന്നെ ചാറ്റ് ബോക്സ് വെറുതെ ഇരിക്കാണല്ലോ എല്ലാവരും. യൂസ് ചെയ്യാൻ ആൻസർ പോരട്ടെ. നിങ്ങൾ ആൻസർ ഷൂട്ട് ചെയ്യാമേ. പബ്ജിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാറില്ലേ? അതേപോലെ തന്നെ. 0 0 ആണോ? 0 ആണോ? 0 ആണല്ലോ. എടുക്കാൻ. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ മക്കളെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കാം. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടാവും 3xy. ഇനി ആ 3xy കൂടെ നമുക്ക് രണ്ടാമത്തെ വരുന്ന ഒരാളുണ്ട് -3xy. 3 - 3 എത്രയാ? 3 - 3 എത്ര? എവ്വളോ കിടക്കുമോ? 0. 0 ആണ്. ഷഹാൻ ഷാ മുഹമ്മദ്. ഓക്കെ, ഷഹാൻ ഷാ. രണ്ടാമത്തെ 13x² - 4x² + 5x². മക്കളത് ചെയ്യാവോ? Okay, sir. ഓക്കെ അൻഡ്രൂ. Okay. ഓക്കെ, ഇത് 13x² - 4x² + 5x². പോരട്ടെ ആൻസർ പോരട്ടെ. എന്റെ ആൻസർ എന്ത്? ടപ്പ് 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 എന്ന് കിട്ടുന്ന ആൻസർ നമുക്ക് എല്ലാം. 13x² - 4x² + 5x². 4x². 4x² അല്ല 4x² അല്ല. ഒന്നുകൂടി സമയം തരാം, നോക്കൂ. നിങ്ങൾ തെറ്റ് വരുത്തലും കുഴപ്പമൊന്നും, നിങ്ങൾ ധൈര്യത്തോടെ ആൻസർ പറഞ്ഞോളൂ. ക്ലാസ് അങ്ങനെ എനിക്ക് ബോറടിക്കുന്നു, അതാണ്. 4 4 അല്ല. 14 × 2 അല്ല മുഹമ്മദ്. അല്ല. ആദ്യം ഞാൻ പറഞ്ഞ സിമ്പിൾ. ഇതിന് ആൻസർ കണ്ടുപിടിക്കും. 13 - 4 എന്താ? 13 - 4 ആൻസർ കണ്ടുപിടിക്കുക. എന്റെ 5 ആഡ് ചെയ്താൽ പോരെ? 14x² ആണോ സർ? 14x² ആണ് കേട്ടോ. 14x² ആണ്. അപ്പൊ ഇവിടെ നോക്ക്, ഇതിന്റെ ആൻസർ എന്താ? ഇത് നമുക്ക് കിട്ടുന്നത് 9x² ആണ് അല്ലേ? അതായത് ഇവിടെ നോക്കിക്കും. അതുകൊണ്ട് ഇങ്ങനെ ആൻസർ തെറ്റിന് കുഴപ്പമൊന്നുമില്ല. 9x². 9x²ന്റെ കൂടെ ആരാണ്? 9x²യുടെ 5x² ആഡ് ചെയ്യുന്നത് പ്ലസ് 5x². അങ്ങനെയാണ് നമുക്ക് 14x² ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Hello, sir. യെസ് സർ, പറയൂ. യെസ് അനിരുദ്ധ് സാർ, പറയൂ. ഫസ്റ്റത്തെ ആൻസർ എന്ന് പറയാമോ? ഏതാ മോനെ? ഇതാണോ?
3x plus 4x ആണോ? ആ 7x. ഒന്നുമില്ല, 3 plus 4 ചെയ്താൽ പോരെ? ഓക്കെ 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 അനുഭവിച്ച. ഇനി ഇനി അനുഭവം മ്യൂട്ട് ചെയ്യാൻ പോലെ. ഓക്കെ, ഇനിയിപ്പോ സെവൻത്ത് കേസ്. സെവൻത്ത് കേസ് -10xy -4xy plus 8xy. ഒന്ന് സോൾവ് ചെയ്യാം. -10xy -4xy plus 8xy. നാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൽവ 14x². കറക്റ്റാണ്. ഫഹാൻ ഷാ കറക്റ്റാണ്. മുഹമ്മദ് സാബിദ് 14x². 14xy. 14 ആണോ അല്ലല്ലോ. അല്ല, വേറെ ആൻസേഴ്സ് ഉണ്ടോ? പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. എന്ത് ആൻസേഴ്സ് പോരട്ടെ? എത്രയാണ്? ഞാൻ പറഞ്ഞു, സിമ്പിളാ. ആദ്യം നമ്മൾ ആരും സോൾവ് ചെയ്യണ്ടേ? ആദ്യം ഈ 2 പേര് സോൾവ് ചെയ്യും. -10നും -4നും നിങ്ങൾ സോൾവ് ചെയ്യും. എന്നിട്ട് 8ന് എന്ത് ചെയ്യും? 10xy minus 4xy 6. 10xy -4xy അല്ല, ഇവിടെ ഞാൻ പറഞ്ഞ 2xy 14xy വന്നിട്ട് 2xy ആൻസർ വന്നിട്ട്. പിന്നെ അത് എവിടെ നോക്കട്ടെ ഇവിടെ നോക്ക്. രണ്ടുണ്ട്. -10 ഇവിടെ ആയിരിക്കല്ല പ്രശ്നം. സൈൻ നോക്ക്. -10നും -4. എക്സ് ഞാൻ പിടിക്കണ്ട. പിന്നെ അർത്ഥം എന്താ? -10നും -4 പറഞ്ഞാൽ -4 എനിക്ക് എങ്ങനെ എഴുതാം? +-4 വരില്ലേ? അപ്പൊ രണ്ട് സെയിം സൈൻ. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താ? അത് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താണ്? ഫസ്റ്റ് ക്ലാസ് ആണ് എന്താ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ക്ലാസ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താ? നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് അല്ലേ? അല്ലേ? Negative. ആ, നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താ? -10 പ്ലസ് -4 എന്താ? നമുക്ക് കിട്ടുന്നത് -14xy. ഇനി അതിന്റെ കൂടെ നമുക്ക് 8xy ആഡ് ചെയ്താൽ മതി. ഇനി സോൾവ് ചെയ്ത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇനി ചിന്തിച്ച് ആ പ്രോപ്പർട്ടി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ചുമ്മാ വരയ്ക്കും കേട്ടോ. എത്രയാ? ഞാൻ കേട്ടില്ല. 22xy. അല്ല അല്ല 22 അല്ല. ഇത് വിഷമം വരുന്ന കാര്യം, ഇത് നെഗറ്റീവ് അല്ലടാ, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ -14നും ഒരു പോസിറ്റീവ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ആൻഡ് പുട്ട് ഗ്രേറ്റർ നമ്പർ സൈൻ അല്ലേ? ഗ്രേറ്റർ നമ്പർ സൈൻ ഇങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്യും. അതായത് -14നും 8 നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ സബ്ട്രാക്ഷൻ കൊണ്ടുപോകാം. 6xy. ആ, സൈൻ നോക്കിയ മോനെ. 14 - 8 എന്താ? 6. ഗ്രേറ്റർ നമ്പർ ആരാ? -14. അപ്പൊ -6xy. Minus 6xy. ആ, -6xy. കണ്ടോ? നിങ്ങൾ പാർട്ടിസിപ്പേറ്റ്, നിങ്ങൾ ആൻസർ വിളിച്ച് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ബഹളം വെച്ച കുഴപ്പമില്ല. ആൻസർ എന്നാൽ മാത്രം നമ്മൾ പഠിക്കത്തുള്ളൂ. നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ 7 കഴിഞ്ഞല്ലേ? 8. 30x² -5x² plus 14x². ഒന്ന് സോൾവ് ചെയ്തോ. -30x² -5x² plus 14x². ഞാൻ പിന്നെയും പറയാം. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ സോൾവ് ചെയ്യാം. ആദ്യത്തെ 2 പേരും സോൾവ് ചെയ്ത് നമുക്ക് 30 -5 കണ്ടുപിടിക്കാം. എന്നിട്ട് 14 ആഡ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഷഹദക്ക് ഏതാ മോളെ മനസ്സിലാവാത്ത? ഏത് ക്വസ്റ്റ്യൻ? 29 ആണോ? 29 എങ്ങനെയാണ്? എന്റെ ദൈവമേ, 29. ഷഹദക്ക് ഏതാ മോളെ മനസ്സിലാവാത്ത? നമുക്ക് പറയണേ ഏത് ക്വസ്റ്റ്യൻ? ഏഴാമത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത കുട്ടികൾ
ഇത് നോക്കി, ഇതിന് ആൻസർ എന്താ? ഇതിന് ആൻസർ -14xy. അതിന്റെ കൂടെ 8xy നമുക്ക് ആഡ് ചെയ്യണം. 25 square. 25, ഇത് 25 സ്ക്വയർ, 25x². ഇനി അതിന്റെ കൂടെ പറഞ്ഞാൽ 14x² ഒന്ന് ആഡ് ചെയ്യും. പക്ഷെ അത് നമ്മൾ നോക്കി, അപ്പൊ നമുക്ക് ഇവിടെ -14ഉം 8ഉം ആഡ് ചെയ്യും. 39 sir. 39 square. 39x². അപ്പോൾ ശതമാനം നോക്കി, -14ഉം 8ഉം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻ 39 അല്ലേ? square. 39 ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് അപ്പൊ 6 വരും. ഗ്രേറ്റ് നമ്പർ ഏതാ? 14. അപ്പൊ -14 -6x. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9. 2a² -6a² + 15a². പെട്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് വരച്ചിട്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് പോർഷൻ വരും അല്ലേ? സാറേ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ? 2a² -6a² + 15a². ഇഷ്ടല്ലേ? ഇനി എന്താ കുഴപ്പം? പെട്ടെന്ന് ഒരു ചിക്കൻ കാൽ നിങ്ങൾക്ക് കിട്ടി എങ്ങനെയിരിക്കും? പെട്ടെന്ന് അത് ഇന്ന കഷ്ണം ആക്കത്തില്ലേ? അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ആൻസർ. 19a square. 19 ആണോ? നോക്കാം. 8 ഒന്നുകൂടി പറയോ ചിലപ്പം. മോളെ 8 എന്താ മോളെ പ്രശ്നം? മോളെ 8ാമത്തെ ദിവസം ഇവിടെ നോക്കിയേ. ഇതിന് ആൻസർ എന്താ മോളെ? ഇവിടെ നമുക്ക് വരുന്നത് 13 - 5 ആണ്. 13 - 5 25 അല്ലേ? 25ന്റെ കൂടെ 14 ആഡ് ചെയ്താൽ മതിയല്ലോ. 25ന്റെ കൂടെ 14 ആഡ് ചെയ്ത് എത്ര കിട്ടുക? മോളെ നമുക്ക് കിട്ടാൻ പോകുന്നത് 59 ആണ്. കേട്ടോ ചെലപ്പോ. ഓക്കെ, ഇനി ഇതൊക്കെയാണോ? ഇതൊരു ഓക്കെയാണോ? 19a² 19a square. 19a² വന്നു. 19 square. 7a² ആണോ? ഉറപ്പാണോ? ഞാൻ ലോക്ക് ചെയ്യാൻ പോകുന്നു. എനിക്ക് 11a square. 11 ആണോ? 11 ആണോ? നോക്കാം. 19a square. 19 ആണോ? നമുക്ക് നോക്കാം. അപ്പോൾ ഗുരുജി ആൻസർ പറയൂ. അപ്പോൾ നോക്കിക്കോളൂ. നിങ്ങൾ മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, സംസാരിച്ചാൽ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ എന്താ ചെയ്യുന്നത്? 2 - 6 കണ്ടുപിടിക്കാം. എന്താണ് 2 - 6? 2 - 6 എന്താ? 4. 4 ആണ്. സൈനോ? ഗ്രേറ്റർ നമ്പർ 6ന്റെ സൈൻ എന്താ? 6ന്റെ സൈൻ എന്താ? വാട്ട് ഈസ് Minus. അപ്പൊ Minus. -4 അല്ലേ? അല്ലേ? എന്തുട്ടത് അല്ലേ? അപ്പൊ -4a². ആ പ്ലസ് എന്തല്ലേ? പ്ലസ് നമുക്ക് എന്തല്ലേ? +15a². ഇനിയാണ് പ്രശ്നം. കണ്ടോ ഇവിടെ എന്താ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ എന്താ നടക്കുന്നത്? ഈ -4ഉം 15ഉം നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ 4 നെഗറ്റീവും 15 പോസിറ്റീവ് അല്ലേ? 4 നെഗറ്റീവും 15 പോസിറ്റീവും. അപ്പൊ എന്ത് ചെയ്യും? നോക്കിയിരിക്കോ? ഇവിടെ റൂൾ എന്താ ചെയ്യാം? ഒന്ന് പറഞ്ഞു, ആർക്കെങ്കിലും പറയാമോ? ഇവിടെ എന്താ റൂൾ നമ്മൾ യൂസ് ചെയ്യാം? -4ഉം 15ഉം എന്ത് റൂളാ ഫോളോ ചെയ്യാം? അപ്പോഴത്തെ പേപ്പറിൽ നോക്കാൻ പറ്റില്ല, അതില്ല. സ്വയം അറിയുന്ന ആൾക്കാർ പറഞ്ഞു. എന്താ ചെയ്യാം? ഓപ്പോസിറ്റ് സൈനാണ്. 4 നെഗറ്റീവും 15 പോസിറ്റീവാണ്. ആർക്കും പറയാം ആൻസർ. ആർക്കും പറയാം. മുഹമ്മദ് സാബിത്ത് ആൻസർ ഓക്കെയാണ്. ആർക്കും ആൻസർ പറയാം. -4ഉം Same sign. സെയിം സൈൻ ആണോ? 4 നെഗറ്റീവാ, 15 പോസിറ്റീവാ അല്ലേ? 4 നെഗറ്റീവ് 15 പോസിറ്റീവാ. അപ്പോൾ എനിക്ക് ആരോ ചാറ്റ് ബോക്സിൽ മെസ്സേജ് 11a square. 11a² എങ്ങനെയാ നമുക്ക് വരുന്നത്? സബ്ട്രാക്ട് അല്ലേ? അപ്പൊ സബ്ട്രാക്ട് ആൻഡ് put the sign of greater number. ഇതാണ് റൂൾ വരും. സബ്ട്രാക്ട് ആൻഡ് put the sign of greater number. ആ റിപ്പം. അപ്പോൾ എങ്ങനെയാണ് വരിക? 15 - 4 എന്താ? 11. ഗ്രേറ്റർ നമ്പർ ആരാ ഗ്രേറ്റർ നമ്പർ? 15 അല്ലേ? 15 സൈൻ എന്താ? പോസിറ്റീവ് അല്ലേ? Plus. +11a². അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ആയിരിക്കും വലിയ നമ്പറിന്റെ സൈൻ. എക്സാക്ട്ലി വലിയ നമ്പറിന്റെ സൈൻ. അടുത്ത ക്വസ്റ്റ്യൻ 10. ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ക്ലാസ്സിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ആൻസർ പോലെ കിട്ടും നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ -23
എ സ്ക്വയർ ബി പ്ലസ് 26 എ സ്ക്വയർ ബി മൈനസ് 13 എ സ്ക്വയർ ബി. പെട്ടെന്ന് ചെയ്യൂ. മൈനസ് 23 പറയോ മൈനസ് 23 എ സ്ക്വയർ ബി പ്ലസ് 26 എ സ്ക്വയർ ബി മൈനസ് 13 എ സ്ക്വയർ ബി. ഇവിടെ എല്ലാവരുടെയും എ സ്ക്വയർ ബി ആണ്. അപ്പോൾ പ്രശ്നം ഉണ്ടോ? ഇല്ല. നമ്പേഴ്സ് നേരെ ഹാൻഡിൽ ചെയ്താൽ പോരെ. നമ്പേഴ്സ് അങ്ങനെ കൈകാര്യം ചെയ്താൽ മതി ഇവിടെ. അല്ല, ബാക്കി എല്ലാവരുടെയും എ സ്ക്വയർ ബി ആണ്. ഒന്നും ബേജാറാവല്ല, പേടിക്കാമല്ലോ.